നമസ്കാരം. ക്രിറ്റിസിസം, വിമർശനം, ഈ പദം നമുക്ക് പരിചിതമായ ഒന്നാണല്ലോ. കേരളത്തിൻ്റെ 11ാം മുഖ്യമന്ത്രിയും 15 വർഷക്കാലം പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ്റെ ദേഹവിയോഗ വാർത്തയിലൂടെയാണല്ലോ കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. VSനെ ഓർക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അദ്ദേഹത്തിൻ്റെ സ്വയസിദ്ധമായ പ്രസംഗ ശൈലിയാണ്. ആ വിമർശന സ്വരങ്ങൾ, വിമർശന ശരങ്ങൾ എപ്പോഴും നമ്മുടെ ചെവികളിൽ മുഴങ്ങി കേൾക്കാറുണ്ടല്ലോ. എന്നാൽ ഇന്ന് വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന, അടിച്ചമർത്തപ്പെടുന്ന ഒരു സിസ്റ്റമാണ് വർദ്ധിച്ചു വരുന്നത്. അത് ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയും ആ സിസ്റ്റമാണ്. അമേരിക്ക ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ദീർഘകാലമായി അവരുടെ ഒരു ടെലിവിഷൻ ഷോ റദ്ദാക്കാൻ പോകുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 30 വർഷക്കാലമായി CBS എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ വൈകുന്നേരങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന ഒരു ഷോയാണ് ദ ലേറ്റ് നൈറ്റ് ഷോ. ധാരാളം ലേറ്റ് നൈറ്റ് ഷോകൾ അമേരിക്കൻ ടെലിവിഷനുകളിൽ നടത്തപ്പെടാറുണ്ട്. ജിമ്മി കിമ്മൽ ഷോ, ജിമ്മി ഫാലൻ ഷോ, ടുനൈറ്റ് ഷോ, ലേറ്റ് നൈറ്റ് ഷോ. അതിൽ 30 വർഷക്കാലമായി CBS എന്ന് പറഞ്ഞ നെറ്റ്വർക്കിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന ഷോയാണ് ദ ലേറ്റ് നൈറ്റ് ഷോ. സ്റ്റീവൻ കോൾബർട്ട് എന്ന് പറയുന്ന വ്യക്തി ഹോസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു ഷോ. ഇന്നും റേറ്റിംഗിൽ ഒന്നാമതായി നിൽക്കുന്ന ഒരു ഷോ. എന്നാൽ ചില ഫൈനാൻഷ്യൽ റീസൺസ് മൂലമാണ് ഈ ഷോ അവസാനിപ്പിക്കുന്നത് എന്നാണ് CBS അറിയിക്കുന്നത്. അതിന് പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് പോയപ്പോഴാണ് CBSൻ്റെ മദർ കമ്പനിയായ പാരമൗണ്ട് പിക്ചേഴ്സിന് എഗൻസ്റ്റായി അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് 16 മില്യൻ്റെ ഒരു ലോ സൂട്ട് ഫയൽ ചെയ്യുകയാണ്. ആ ലോ സൂട്ടിൽ നിന്നും ഉണ്ടായ പ്രയാസങ്ങൾ മൂലം ഈ ഷോ നിർത്താൻ വേണ്ടി അവർ നിർബന്ധിതരാകുകയാണ്. കാരണം സ്റ്റീവൻ കോൾബർട്ടിൻ്റെ ഒരു ഷോയിൽ ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഷോ ചെയ്യുകയുണ്ടായിരുന്നു. 2003 ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു വനിതയ്ക്ക് വളരെ മോശമായ രീതിയിൽ ഒരു ബർത്ത്ഡേ കാർഡ് ഡൊണാൾഡ് ട്രംപ് അയച്ചു. ആ കാർഡിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഷോയിൽ സ്റ്റീവൻ കോൾബർട്ട് പറയുകയുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ, അതിന് തുടർന്നുള്ള ദിവസങ്ങളാണ് ഈ ഷോ അവസാനിപ്പിക്കാൻ ഇപ്പോൾ CBS നിർബന്ധിതമാകുന്നത്. വിമർശനങ്ങളെ ഭയക്കുന്ന ഒരു സിസ്റ്റം വർദ്ധിക്കുമ്പോൾ അതൊരു നല്ല സൂചനയല്ല. വിമർശനങ്ങൾ വളർച്ചയ്ക്കാണ്, അല്ലാതെ തളർച്ചയ്ക്കുള്ളതല്ല. വിമർശനങ്ങൾ വളർച്ചയ്ക്കാണ്, തളർച്ചയ്ക്കുള്ളതല്ല. വിമർശനങ്ങളെ നേരിട്ടുകൊണ്ട് ആ വിമർശനങ്ങളെ വളർച്ചയ്ക്കായി മാറ്റുവാൻ നാം ശ്രമിക്കുമ്പോഴാണ് ആ വളർച്ചയ്ക്ക് ഒരു ഫലം സൃഷ്ടിക്കുവാൻ സാധിക്കുന്നത്.